ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ മാർച്ച് 2025 ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ഐഡൻറ്റിഫൈ ദ ലിമിറ്റിംഗ് റിയേജൻറ്റ് ഇൻ ദ റിയാക്ഷൻ 2A + 4B ഗിവിങ് 3C + 4D. അപ്പോൾ 2 മോൾ എക്ക് അതിൻ്റെ ഇരട്ടി മോൾ ബി ആണ് വേണ്ടത്. ഇവിടെ 5 മോൾസ് ഓഫ് എ ആണ് അല്ലേ, അതിന് എത്ര മോൾ ബി എ ഉള്ളൂ? 6 മോൾസേ ഉള്ളൂ. അപ്പോൾ 5 മോൾ പൂർണ്ണമായിട്ട് റിയാക്ട് ചെയ്യാൻ 10 മോൾ വരണം, ഇരട്ടി വേണം. പക്ഷേ ഇവിടെ ബി കുറവാണ്. സോ ബി ഈസ് ദ limiting reactant or limiting reagent because it is fully used up in a reaction. അപ്പോൾ എൻ്റെ ആൻസർ ബി. രണ്ടാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെൻറ്റ് വിൽ ഗെയിൻ 1 ഇലക്ട്രോൺ മോർ ഈസിലി? ഒരു ഇലക്ട്രോണെ പെട്ടെന്ന് തരുന്നത് ക്ലോറിനാണ്. Cl- ആയിട്ട് മാറുമ്പോഴാണ് ഇറ്റ് റിലീസസ് മോർ എനർജി. അപ്പോൾ ലാർജ് നെഗറ്റീവ് ഇലക്ട്രോൺ എൻതാൽപ്പീസ് വിത്ത് ക്ലോറിൻ ഗ്യാസ്. നമ്പർ 3, sodium chloride formed by the action of chlorine gas on sodium metal is stable compound. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ദിസ് ഈസ് ബിക്കോസ് സോഡിയം ആൻഡ് ക്ലോറൈഡ് അയോൺ അക്വേസ് ഒക്ടറ്റ്. ഒരു ഇലക്ട്രോണെ ലൂസ് ചെയ്യുമ്പോൾ സോഡിയം അക്വേസ് ഒക്ടറ്റ്, ഒരു ഇലക്ട്രോണെ ഗെയിൻ ചെയ്യുമ്പോൾ ക്ലോറിൻ അക്വേസ് ഒക്ടറ്റ് ഇൻ സോഡിയം ക്ലോറൈഡ് ഫോർമേഷൻ. അപ്പോൾ അതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എ. നമ്പർ 4, കോൺജുഗേറ്റ് ബേസ് ഓഫ് വാട്ടർ. കോൺജുഗേറ്റ് ബേസ് ഉണ്ടാവണമെങ്കിൽ ഒരു H+നെ കളഞ്ഞിട്ട് എഴുതുക. ഒരു H+നെ കളഞ്ഞിട്ട് എഴുതിയാൽ ബാക്കി എന്താ കിട്ടുക? OH-. സോ ഇതിൻ്റെ ആൻസർ OH- ഈസ് ദ കോൺജുഗേറ്റ് ബേസ് ഓഫ് വാട്ടർ. ഇനി ഹൗ മെനി സിഗ്മ ആൻഡ് പൈ ബോണ്ട്സ് ആർ പ്രസൻറ്റ് ഇൻ ദ ഗിവൺ കോമ്പൗണ്ട്? അപ്പോൾ ഈ കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ എഴുതി നോക്കിയാൽ മതി. അപ്പോൾ CH ട്രിപ്പിൾ ബോണ്ട് C, വീണ്ടും ഒരു C, അതിലൊരു H ഉണ്ട്. ഓക്കെ, പിന്നെ ഡബിൾ ബോണ്ടാണ് C, വീണ്ടും ഒരു H ഉണ്ട്. ദെൻ CH3, അവിടെ 3 H ഉണ്ട്. അപ്പോൾ നമ്മൾ സിഗ്മ ബോണ്ട് നോക്കിയാൽ ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4, ഇവിടെ 1 5, ഇത് 6, 7, 8, 9, 10. അപ്പോൾ എൻ്റെ ആൻസർ 10 സിഗ്മ ബോണ്ട്. പൈ ബോണ്ട് എത്ര ഉണ്ട്? ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1. അപ്പോൾ പൈ ബോണ്ട് 3 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് സിഗ്മ ബോണ്ടാണ് ചോദിച്ചിരിക്കുന്ന. ആൻസർ 10. ഇനി ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 6, ഇതിനകത്ത് ഏതെങ്കിലും 4 എണ്ണം നിങ്ങൾ എഴുതാം. ഓക്കെ, 4 എണ്ണം എഴുതാമല്ലോ, ഈസി അല്ലേ. ഡിഫൈൻ ദ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, എക്സ്പ്ലെയിൻ വിത്ത് ആൻ എക്സാമ്പിൾ. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ നമുക്കറിയാം. ഒരു എലമെൻറ്റ് ഉണ്ടാക്കുന്ന ഓക്സൈഡ് ഫോർമേഷൻ, വ്യത്യസ്ത എലമെൻറ്റ് ഓക്സിജനുമായിട്ട് ചേർന്ന് ഓക്സൈഡ് ഉണ്ടാക്കുന്ന ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എക്സാമ്പിളാണ്. അതായത് 2 എലമെൻറ്റ് ചേർന്ന് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട് ഉണ്ടാകുമ്പോൾ അതിൽ വ്യത്യസ്ത മാസുള്ള എലമെൻറ്റ് ഫിക്സഡ് മാസുള്ള എലമെൻറ്റുമായിട്ട് ചേരുന്ന റേഷ്യോ എപ്പോഴും ഒരു സിമ്പിൾ മൾട്ടിപ്പിൾ ആയിരിക്കും, അല്ലെങ്കിൽ സിമ്പിൾ റേഷ്യോ ആയിരിക്കും. അതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. എങ്ങനെ സ്റ്റേറ്റ് ചെയ്യും? വെൻ 2 elements combine to form more than one compound, the masses of one of the element that combines with the fixed mass of the other element are in the ratio of small whole numbers or a simple multiple. എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക്, ഫോർ എക്സാമ്പിൾ, കാർബൺ ആൻഡ് ഓക്സിജൻ 2 elements combine to form 2 different oxide, carbon monoxide and carbon dioxide. In carbon monoxide, 12 gram carbon combines with 16 grams of oxygen, whereas in carbon dioxide, again same mass carbon, 12 gram carbon combines with 2 oxygen, direct mass, അപ്പോൾ 32 mass of oxygen. Here the ratio of different mass of oxygen which combines with the fixed mass of carbon are in the ratio 16:32, that is 1:2, which is a simple multiple or a simple ratio. അതാണ് അതിൻ്റെ ആൻസർ. ഓരോ മാർക്ക് വീതം, സ്റ്റേറ്റ് ചെയ്യാനൊരു മാർക്ക്, എക്സാമ്പിളിനൊരു മാർക്ക്. ഓക്കെ. ദെൻ 7ാമത്തെ, ഡിഫൈൻ വേവ് ലെന്ത്. വേവ് ലെന്ത് എന്ന് പറയുന്നത് എന്താണ്? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 നൈബറിങ് ക്രസ്റ്റ് ഓർ 2 നൈബറിങ് ട്രഫ്. അടുത്തടുത്ത് വരുന്ന 2 ക്രസ്റ്റുകൾ തമ്മിലുള്ള ദൂരം അല്ലെങ്കിൽ 2 ട്രഫുകൾ തമ്മിലുള്ള ദൂരം, അതാണ് വേവ് ലെന്ത് ലാംഡ. ഇവിടെ ഇത്രയും പാർട്ട് എന്താണ്? ഒരു വേവാണ്. ഒരു വേവ് എന്ന് പറയുമ്പോൾ 2 ഹാഫ് സൈക്കിൾ വരും. ഓക്കെ, ദിസ് ഈസ് 1 വേവ്. അപ്പോൾ 2.16 പ്ലസ് 2.16 അതിൻ്റെ ട്വൈസ് എടുക്കുക. അപ്പോൾ വാട്ട് ഈസ് ആൻസർ? 4.32 ഇൻറ്റു 2. അപ്പോൾ 4, 6, 8, 8.64 PM. 8.64 PM. 8.64 PM. That's the correct answer.
ഇനി അടുത്ത ചോദ്യം, ഡ്രോ ദ ബൗണ്ടറി സർഫസ് ഡയഗ്രാം ഓഫ് എസ് ആൻഡ് പി ഓർബിറ്റൽ. എസ് ഓർബിറ്റൽ സ്പെറിക്കൽ ഷേപ്പാണ്. വിത്തിൻ ദിസ് ബൗണ്ടറി ദ പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദി ഇലക്ട്രോൺ ഇസ് മാക്സിമം. And outside the boundary the probability of finding the electron is മിനിമം. അപ്പോൾ ഒരു ഡംബൽ റീജിയൻ ആണ്. അവിടെ ഇലക്ട്രോണെ കണ്ടുമുട്ടാനുള്ള സാധ്യത ഇതിന് ഈ ബൗണ്ടറിക്ക് ഇടയ്ക്കാണ്. ഓക്കെ, ഈ ബൗണ്ടറിക്കകത്താണ്. ഇനി അപ്പോൾ അത് വരച്ചാൽ മതി, എസിൻ്റെ പിയുടെ ഇത്. ഇനി ഒമ്പതാമത്തെ ചോദ്യം, മാച്ച് ദ ഫോളോയിങ്. CH4ൻ്റെ 4 സിഗ്മ ബോണ്ട് ഉണ്ടാക്കണം. അപ്പോൾ 4 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ sp3. ഇനി PCl5 5 ഉണ്ടാക്കണം. അപ്പോൾ എസും പിയുടെ 4 ഉള്ളൂ. അപ്പോൾ ഒരു ഡിയോഡ് എടുക്കും. BeF2 2 സിഗ്മ ബോണ്ട് ഉണ്ടാക്കാൻ 2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ. അപ്പോൾ sp ഹൈബ്രിഡൈസേഷൻ. ഇനി SF6 6 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റ് ഉണ്ടാകണം. അപ്പോൾ ഈ ഒരു എസിൻ്റെ കൂടെ 3 പിയും 2 ഡിയും. അപ്പോൾ ദിസ് ഈസ് ദ കറക്റ്റ്. ദെൻ ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആൻഡ് പാത്ത് ഫംഗ്ഷൻ. സ്റ്റേറ്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സ്റ്റേറ്റ് ഫംഗ്ഷൻ ഇനിഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. എന്താൽപി ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ, ഫ്രീ എനർജി ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. എന്നാൽ ഹീറ്റ് ആൻഡ് വർക്ക് ആർ 2 ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് പാത്ത് ഫംഗ്ഷൻ. അവിടെ പാത്ത് ഫംഗ്ഷൻ ഹീറ്റും വർക്കും. ഇനി നമ്പർ 11, വാട്ട് ആർ ബഫർ സൊല്യൂഷൻ? സൊല്യൂഷൻ വിച്ച് റെസിസ്റ്റ് ദ ചേഞ്ച് ഇൻ pH ബൈ ദ അഡീഷൻ ഓഫ് സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡ് ഓർ സ്മോൾ എമൗണ്ട് ഓഫ് ബേസ്. അല്പം ആസിഡോ അല്പം ബേസോ ആഡ് ചെയ്താലും pH മാറാതിരിക്കുന്ന സൊല്യൂഷനെയാണ് ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. 2 ടൈപ്പ് ബഫർ സൊല്യൂഷനുണ്ട്. അസിഡിക് ബഫറും ഉണ്ട്, ബേസിക് ബഫറും ഉണ്ട്. Acidic buffer example, an equimolar mixture of a weak acid, for example acetic acid, and its conjugate salt, for example sodium acetate, that maintain a constant pH of 4.74. Or you can write basic buffer. Basic buffer is an equimolar mixture of a weak base, for example ammonium hydroxide, and its conjugate salt, for example ammonium chloride. That's a typical example of a basic buffer, and that maintain a constant pH of 9.24 by the addition of, even though we are adding small amount of acid or small amount of base. അപ്പോൾ equimolar mixture of acetic acid and sodium acetate maintain a constant pH of 4.75, and equimolar mixture of ammonium hydroxide and its conjugate salt ammonium chloride maintain a constant pH of 9.25, and such solutions are called buffer solution. ഇനി അടുത്ത ചോദ്യം, arrange the following compounds in the increasing order of oxidation number. ഓക്സിഡേഷൻ നമ്പറിൻ്റെ ഇൻക്രീസിങ് ഓർഡർ എഴുതണം. അപ്പോൾ NaClO നമുക്കറിയാം, ഒരു ഓക്സിജൻ -2 ആണ് സാധാരണ ഓക്സൈഡിൽ. അപ്പോൾ +2 വരണം. സോഡിയം ഓൾറെഡി +1 ആണ്. അപ്പോൾ ക്ലോറിൻ +1. അപ്പോൾ ഇവിടെ +1 ഓക്സിജൻ്റെ അവസ്ഥ. KClO2 നോർമൽ ഓക്സിജൻ -2, അപ്പോൾ 2 ഓക്സിജൻ -4. അപ്പോൾ ന്യൂട്രലൈസ് ചെയ്യാൻ പൊട്ടാസ്യം ഓൾവേസ് +1, ഗ്രൂപ്പ് 1 എലമെൻറ്റ്. അപ്പോൾ ക്ലോറിൻ +3. അപ്പോൾ ഇവിടെ ക്ലോറിൻ +3 ആണ്. Then Cl2, it's a free elemental molecule, oxidation number 0. Then ClO2 ഓക്സൈഡ് ആണ്, ഓക്സിജൻ -2, അപ്പോൾ 2 ഓക്സിജൻ -4, അപ്പോൾ ന്യൂട്രൽ ആവാൻ ക്ലോറിൻ +4. അപ്പോൾ അതിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് എഴുതാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഓക്സിജൻ അവസ്ഥ 0, ദാറ്റ് ഈസ് Cl2. അതിനേക്കാൾ കൂടിയത് +1, അത് NaClO. അതിനേക്കാൾ കൂടുതൽ ആരാണ്? +3, അതായത് KClO3. അതിനേക്കാൾ കൂടുതൽ, ഏറ്റവും കൂടുതലൂടെ +4, ദാറ്റ് ഈസ് ClO2. അപ്പോൾ 0, +1, +3, +4. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 13. റൈറ്റ് the IUPAC name of the compound and identify the type of isomerism.
അപ്പോൾ ഇത് CH3 C ഡബിൾ ബോണ്ട്, ഇത് കീറ്റോൺ ആണ് അല്ലേ. 3 കാർബൺ പ്രൊപ്പ്, എല്ലാ സിംഗിൾ ബോണ്ട് ANE, പ്രൈമറി സഫിക്സ് ANE, സെക്കൻഡറി സഫിക്സ് ലാസ്റ്റ് ലെറ്റർ മാറ്റിയിട്ട് CO ഗ്രൂപ്പിന് വേണ്ടി ഓൺ ചേർക്കുക. അപ്പോൾ പ്രൊപ്പനോൺ. മറ്റേതെന്താണ്? CH3 CH2 CHO. അപ്പോൾ ഇതൊരു ആൾഡിഹൈഡ് ഗ്രൂപ്പാണ് അല്ലേ. അപ്പോൾ 3 കാർബൺ പ്രൊപ്പ്, എല്ലാ സിംഗിൾ ബോണ്ട് AL, പ്രൊപ്പനാൽ. അപ്പോൾ ഇവിടെ രണ്ടും കാർബണൈൽ ഗ്രൂപ്പാണെങ്കിലും ഫങ്ഷണൽ ഗ്രൂപ്പിൽ വ്യത്യാസമുണ്ട്. ഇത് കീറ്റോണും ഇത് ആൾഡിഹൈഡുമാണ്. അതുകൊണ്ട് വാട്ട് ടൈപ്പ് ഓഫ് ഐസോമറിസം? ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം. ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമെറിസം. ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം. ഓക്കെ. ഇനി അപ്പോൾ CH3 CO CH3 പ്രൊപ്പനോൺ, CH3 CH2OH പ്രൊപ്പനാൽ, രണ്ടും കാണിക്കുന്ന ഐസോമറിസം ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം. ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺ ആർ ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമേഴ്സ്. ഇനി വാട്ട് ആർ ദ പ്രോഡക്ട്സ് ഒബ്റ്റെയിൻഡ് വെൻ പ്രൊപ്പീൻ അണ്ടർഗോ ഓസനോളിസിസ്? എന്താ പ്രൊപ്പീൻ? CH3 CH ഡബിൾ ബോണ്ട് CH2. ഓസനോളിസിസ് എന്ന് പറഞ്ഞാൽ ആദ്യം ഓസോൺ കയറുന്നു, അപ്പോൾ ഒരു ഓസണൈഡ് കിട്ടും. അപ്പോൾ ആദ്യം പൈ ബോണ്ട് പൊട്ടിയിട്ട് ഓരോ ഓക്സിജൻ കയറും, ഓരോ ഓക്സിജൻ ഇങ്ങനെ കയറും അല്ലേ. പിന്നെ സിഗ്മ ഇലക്ട്രോണിൽ ഒരെണ്ണം കയറും. ഇതാണ് ഓസണൈഡ്. ഇത് പൊട്ടുമ്പോൾ സിങ്ക് ആൻഡ് വാട്ടറിൽ ഇത് പൊട്ടും. അപ്പോൾ സിങ്ക് ഈ ഓക്സിജനെ കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് 2 കാർബണൈൽ കോമ്പൗണ്ട് ആവും. ആദ്യത്തത് 2 കാർബണുള്ള ആൾഡിഹൈഡ് CH3 CHO, രണ്ടാമത്തത് CH2O, ദാറ്റ് മീൻസ് HCHO. അപ്പോൾ വാട്ട് ഈസ് ദ പ്രോഡക്റ്റ്? എഥനാൽ ആൻഡ് മെത്തനാൽ. എഥനാലും കിട്ടും, മെത്തനാലും കിട്ടും. അപ്പോൾ വളരെ സിമ്പിളാണ് ഓസനോളിസിസ്. ഡബിൾ ബോണ്ട് പൊസിഷൻ വെച്ചുകൊണ്ട് ഓക്സിജൻ വെച്ച് പൊട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എഴുതാം. CH3 CH ഡബിൾ ബോണ്ട് CH2. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഓസോൺ ചേർക്കുന്നു, രണ്ടാം സ്റ്റെപ്പിൽ സിങ്ക് ആൻഡ് വാട്ടർ. അപ്പോൾ റിയാക്ഷൻ എന്താ നടക്കുക? ഇവിടെ വെച്ച് പൊട്ടും. അപ്പോൾ ഓക്സിജൻ ഇട്ട് വേർതിരിച്ചാൽ മതി. CH3 CHO പ്ലസ് രണ്ടാമത്തെ ഓക്സിജൻ വരുമ്പോൾ CH2O മീൻസ് HCHO. അപ്പോൾ യു വിൽ ഗെറ്റ് 2 കാർബണുള്ള ആൾഡിഹൈഡ് എഥനാൽ, 1 കാർബണുള്ള ആൾഡിഹൈഡ് മെത്തനാൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദ ഫോളോയിങ്. ഇവിടെ ബെൻസീനിൽ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു, നിക്കൽ കാറ്റലിസ്റ്റ്. അപ്പോൾ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. അപ്പോൾ ഡബിൾ ബോണ്ട് പൊട്ടിയിട്ട് എല്ലായിടത്തും ഓരോ ഹൈഡ്രജൻ കയറും. അപ്പോൾ C6 എക്സ്റ്റോൺ, യു വിൽ ഗെറ്റ് സൈക്ലോഹെക്സൈൻ ഇസ് ദ പ്രോഡക്റ്റ്. സൈക്ലോഹെക്സൈൻ. ഇനി അടുത്തത് ബെൻസീൻ റിങ്ങിനെ ക്ലോറിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഒരു Cl- അൺഹൈഡ്രസ് AlCl3 ആയ ലൂയിസ് ആസിഡ് വലിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഒരു Cl+ ഇലക്ട്രോഫൈൽ ഉണ്ടാവും. അത് H+നെ റീപ്ലേസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ആൻസർ ക്ലോറോബെൻസിൻ. ഓക്കെ. അടുത്ത ചോദ്യം 3 മാർക്ക് ചോദ്യമാണ്. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഇൻ കാർബൺ ഡൈ ഓക്സൈഡ്? അപ്പോൾ പെർസെൻറ്റേജ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഈസ് ഈക്വൽ ടു മാസ് ഓഫ് കാർബൺ in this compound divided by molecular mass or molar mass of the compound multiplied by 100. ഇപ്പോൾ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിൽ 1 കാർബൺ 12 ഗ്രാം മാസ്. മോളിക്കുലർ മാസ് ഓർ മോളാർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് 1 കാർബൺ 12, 2 ഓക്സിജൻ 32, അപ്പോൾ 44. അപ്പോൾ ഡിവൈഡ് ബൈ 44 മൾട്ടിപ്ലൈഡ് ബൈ 100. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ 27.27% എന്ന് കിട്ടും. 27.27. ദാറ്റ്സ് ആൻസർ. ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. സെക്കൻഡ് പാർട്ട് എന്താണ്? ഇതിൽ സെക്കൻഡ് പാർട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് സൊല്യൂഷൻ ഹാവ് ദ സെയിം കോൺസെൻട്രേഷൻ. ഇതിൽ ഒരേ കോൺസെൻട്രേഷൻ ആർക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരേ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾ പെർ ലിറ്റർ അഥവാ മൊളാരിറ്റി സെയിം ആയിട്ട് കിട്ടണം. അപ്പോൾ ആദ്യത്തെ കേസ് നമുക്ക് നോക്കാം. 20 ഗ്രാം NaOH. അപ്പോൾ അതിന് നമ്പർ ഓഫ് മോൾസ് എത്ര? 20 ഡിവൈഡ് ബൈ NaOHൻ്റെ മോളാർ മാസ് 40 ഇൻറ്റു, അപ്പോൾ മൊളാരിറ്റി കണ്ടുപിടിക്കുക ഒരു ഇക്വേഷൻ ഉണ്ട്, WB ഡിവൈഡ് ബൈ MB ഇൻറ്റു 1000 ഡിവൈഡ് ബൈ V/ml എന്നാണ്. അപ്പോൾ ഇവിടുത്തെ ഒന്നാമത്തെ കേസിൽ മൊളാരിറ്റി എന്തായിരിക്കും? കോൺസെൻട്രേഷൻ മോൾ പെർ ലിറ്റർ, വെയ്റ്റ് ഇൻ ഗ്രാം 20 ഡിവൈഡ് ബൈ മോളാർ മാസ് ഓഫ് NaOH 40 ഗ്രാം പെർ മോൾ ഇൻറ്റു 1000. വോളിയം ml ആയതുകൊണ്ട് ലിറ്റർ ആക്കാൻ 1000 ഡിവൈഡ് ചെയ്യും. ആ ഡിവൈഡ് 1000 മോൾ വരും. അപ്പോൾ ഡിവൈഡ് ബൈ 200. 2 0 വെട്ടി. അപ്പോൾ വാട്ട് ഈസ് ആൻസർ?
ഈ 2ഉം ഇതോട് വെട്ടി. അപ്പോൾ 10, അപ്പോൾ 100 ഡിവൈഡ് ബൈ 40, അപ്പോൾ 10/4, ദാറ്റ് മീൻസ് 5/2, ദാറ്റ്സ് ഈക്വൽ ടു 2.5 മോളാർ. അപ്പോൾ ആദ്യത്തേത് 2.5 മോളാർന്ന് കിട്ടി. അപ്പോൾ ആദ്യത്തിൻ്റെ കോൺസെൻട്രേഷൻ കിട്ടി 2.5 മോളാർ. ഇനി അടുത്തത് 0.5 മോൾ ഓഫ് KCl. അപ്പോൾ അതിൻ്റെ മൊളാരിറ്റി തന്നിട്ടുണ്ട്, അല്ല നമ്പർ ഓഫ് മോൾ തന്നിട്ടുണ്ട്. എത്രയാണ്? 0.5 മോൾ. ഓക്കെ, ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ വോളിയം 200. അപ്പോൾ ഈ 2 0 വെട്ടി. അപ്പോൾ 0.5 ഇൻറ്റു 10 ദാറ്റ് ഈസ് 5/2. അഗെയിൻ സെയിം ആൻസർ കിട്ടും. ഇതും 2.5 മോൾ. അപ്പോൾ ഇത് രണ്ടും സെയിം കോൺസെൻട്രേഷനാണ്. ഇനി അടുത്ത് നോക്കാം സി. 40 ഗ്രാം NaOH. അപ്പോൾ വെയ്റ്റ് ഇൻ ഗ്രാം 40 ഡിവൈഡ് ബൈ മോളാർ മാസ് 40 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ B in ml, ദാറ്റ് ഈസ് 100. അപ്പോൾ അത് ചെയ്യുമ്പോൾ 40 ക്യാൻസൽ, 1 0 പോയി. അപ്പോൾ രണ്ടാമത്തെ ആൻസർ 10 മോളാർ കിട്ടും. അപ്പോൾ ഇത് 10 മോളാർ. അടുത്തത് നാലാമത്തത് 20 ഗ്രാം KOH. അപ്പോൾ 20 ഡിവൈഡ് ബൈ KOHൻ്റെ മോളാർ മാസ് 56 ഇൻറ്റു 1000 ഡിവൈഡ് ബൈ 200. ഓക്കെ, അപ്പോൾ ഇത് 200 ഡിവൈഡ് ബൈ 56 എന്ന് വരും. അപ്പോൾ 3.57 കിട്ടും. 3.57. അപ്പോൾ ദിസ് ഈസ് 3.57. അപ്പോൾ നോക്കിയേ, ഇതിൽ ആദ്യത്തെ രണ്ടെണ്ണവും 2.5 മോളാർന്ന് കിട്ടും. മറ്റേത് തേർഡ് വൺ 10 മോളാറാണ്. ഇത് 3.57. അപ്പോൾ ഇവിടെ ആൻസർ ഏത് വരും? വിച്ച് ഓഫ് ദ ഫോളോയിങ് സൊല്യൂഷൻസ് ഹാവ് സെയിം കോൺസെൻട്രേഷൻ. അത് എയും വരും, ബിയും വരും. ഇവ രണ്ടിൻ്റെയും കോൺസെൻട്രേഷൻ സെയിം ആണ്, 2.5 മോളാർ. ഇത് പക്ഷേ എത്രയായിരുന്നു? 10 മോളാറായിരുന്നു. ഇതെത്രയായിരുന്നു കിട്ടിയത്? 3.57 മോളാറായിരുന്നു. ഓക്കെ, ഇനി അടുത്ത ചോദ്യം 17ാമത്തെ ചോദ്യം നോക്കാം. 17ാമത്തെ ചോദ്യം, an atomic orbital has n equal to 2. n 2 ആണ്. വാട്ട് ആർ ദ പോസിബിൾ വാല്യൂസ് ഓഫ് L? എല്ലിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 to n-1 ആണ്. അപ്പോൾ എല്ലിന് 2 പോസിബിൾ വരാം, 0 and 2 - 1 1. ഇനി എല്ലിൻ്റെ വില അനുസരിച്ചാണ് mlൻ്റെ വാല്യൂ, -L to +L ഇൻക്ലൂഡിങ് 0. അപ്പോൾ ഇവിടെ 0 ആണെങ്കിൽ 0 തന്നെ. രണ്ടാമത്തെ L 1 ആകുമ്പോൾ ml is equal to -1 0 +1. അപ്പോൾ 3 വാല്യൂസ് വരും. സോ ദിസ് ഈസ് ദ ആൻസർ. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർബിറ്റൽസ് ആർ പോസിബിൾ? ഇതിൽ സാധ്യമായ ഓർബിറ്റൽ ഏതാണ്? 2s പോസിബിളാണ്, 2p പോസിബിളാണ്, പക്ഷേ 2d പോസിബിൾ അല്ല. ഇനി മൂന്നാമത്തെ ലെവലിൽ 3 സബ് ലെവലേ ഉള്ളൂ, 3s 3p 3d. അപ്പോൾ 3fഉം പോസിബിൾ അല്ല. അപ്പോൾ വാട്ട് ആർ ദ ഓർബിറ്റൽസ് that are possible? Here it is 2s and 2p. 2s and 2p മാത്രമാണ് പോസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ഒരു ഗ്രാഫ് വെച്ചുകൊണ്ടാണ്. അത് ഗ്രൂപ്പ് 1 എലമെൻറ്റിന് അറ്റോമിക് നമ്പർ കൂടുന്നതനുസരിച്ച് താഴോട്ട് വരുമ്പോൾ അതിൻ്റെ എന്ത് വാല്യൂ കൊടുത്തിരിക്കുന്നത്? എൻതാൽപ്പി ഓഫ് ΔH വാല്യൂ. ഓക്കെ, അപ്പോൾ അതൊരു ഇറഗുലർ ഗ്രാഫാണ്. യഥാർത്ഥത്തിൽ താഴോട്ട് വരുമ്പോൾ അറ്റോമിക് നമ്പർ കൂടുന്നതനുസരിച്ച് ഗ്രൂപ്പിൽ താഴോട്ട് വരുമ്പോൾ വാല്യൂസ് കൂടി വരണം. ഇത് ഫസ്റ്റ് പീരീഡാണല്ലേ, ഫസ്റ്റ് പീരീഡാണ്. ലിഥിയം, അത് കഴിഞ്ഞാൽ ബെറിലിയം, അത് കഴിഞ്ഞാൽ ബോറോൺ, പിന്നെ കാർബൺ, പിന്നെ നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. ഇത് സെക്കൻഡ് പീരീഡ് എലമെൻ്റാണ്. ഓക്കെ, സെക്കൻഡ് പീരീഡ് എലമെൻറ്റിന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്തോറും ഈ വാല്യൂ കൂടി വരണം. പക്ഷേ ഇവിടെ ഒരു ഇറഗുലർ ട്രെൻഡ് ഉണ്ട്. ബെറിലിയത്തേക്കാൾ കുറവാണ് ബോറോൺ. അപ്പോൾ ബെറിലിയത്തിന് സ്റ്റേബിൾ S2 കോൺഫിഗറേഷൻ ആണെങ്കിൽ ബോറോൺ S2p1 കോൺഫിഗറേഷൻ, ഔട്ടർ ലെവൽ p1 ആണ്. അത് ഹാഫ് ഫിൽഡും അല്ല, ഫുള്ളി ഫിൽഡും അല്ല. അപ്പോൾ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ആവശ്യമായ എനർജി അയണൈസേഷൻ എൻതാൽപ്പി ആയിരിക്കും. അയണൈസേഷൻ എൻതാൽപ്പി ബോറോണ് കുറവായിരിക്കും. ഇനി കാർബണ് P-യിൽ 2 ഇലക്ട്രോൺ വന്നു, അപ്പോൾ കുറച്ചുകൂടെ കൂടുതലാണ്. നൈട്രജനിൽ P3 ആണ്, അത് ഹാഫ് ഫിൽഡാണ്. അപ്പോൾ അതിൻ്റെ അയണൈസേഷൻ എൻതാൽപ്പി കൂടുതലാണ്, എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉള്ളതുകൊണ്ട്. ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷന്
സ്പെറിക്കൽ സിമെട്രിയും എക്സൈൻ ജനതയും കൂടുതലായതുകൊണ്ട് അതിൻ്റെ അയണൈസേഷൻ എൻതാൽപ്പി കൂടുതലാണ്. എന്നാൽ ഓക്സിജൻ അതിനേക്കാൾ കുറവാണ്. കാരണം P4 കോൺഫിഗറേഷനാണ്. P4 ഹാഫ് ഫിൽഡും അല്ല ഫുള്ളി ഫിൽഡും അല്ല. അത് P3 ആയാൽ സ്റ്റെബിലിറ്റി കൂടുതലാണ്. അപ്പോൾ നൈട്രജനേക്കാളും അയണൈസേഷൻ എൻതാൽപ്പി കുറവാണ് ആർക്ക്? ഓക്സിജനാണ്. ഫ്ലൂറിൻ നമുക്കറിയാം P5 ആയി, ഒരു ഇലക്ട്രോൺ മതി ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ വാല്യൂ കൂടുതലാണ്. നിയോൺ ഒക്ടറ്റ് കോൺഫിഗറേഷനാണ്. അപ്പോൾ ഇലക്ട്രോണെ റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മാക്സിമം അയണൈസേഷൻ എൻതാൽപ്പി. അതാണ് ആ സെക്കൻഡ് പീരീഡ് എലമെൻ്റ് അയണൈസേഷൻ എൻതാൽപ്പിയുടെ ഓർഡർ. നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഐഡൻറ്റിഫൈ ദ എലമെൻറ്റ് ഷോയിങ് ഡീവിയേഷൻ ഇൻ അയണൈസേഷൻ എൻതാൽപ്പി ഫ്രം ജനറൽ ട്രെൻഡ്. ജനറൽ ട്രെൻഡിൽ നിന്ന് ഡീവിയേഷൻ കാണിക്കുന്ന ഒന്ന് ബോറോൺ, കൂടേണ്ടതാണ് പക്ഷേ കുറവാകും. ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2s2 2p1. ദാറ്റ് ഈസ് ലെസ് സ്റ്റേബിൾ ദാൻ ദാറ്റ് ഓഫ് ബെറിലിയം വിത്ത് 2s2 കോൺഫിഗറേഷൻ ആൻഡ് 2s2 2p2 കോൺഫിഗറേഷൻ ആസ് ദാറ്റ് ഓഫ് കാർബൺ. പിന്നെ വേരിയേഷൻ കാണിക്കുന്നത് ഓക്സിജനാണ്. ഓക്സിജന് നൈട്രജനേക്കാൾ കൂടേണ്ടതാണ് ട്രെൻഡ് അനുസരിച്ച്, പക്ഷേ ഓക്സിജന് കുറവാണ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് കോൺഫിഗറേഷൻ 2s2 2p4. എന്നാൽ നൈട്രജന് കൂടുതലാണ് ഓക്സിജനേക്കാൾ. കാരണം നൈട്രജൻ ഈസ് ഹാവിങ് 2s2 2p3 ഹാഫ് ഫിൽഡ് P3 കോൺഫിഗറേഷൻ. അപ്പോൾ ഇറഗുലർ ട്രെൻഡ് കാണിക്കുന്ന ഒന്ന് ബോറോണും അതുപോലെ ഓക്സിജനും. ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ട്, എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ദ ഡീവിയേഷൻ ഇൻ ഈച്ച് കേസ്. അത് നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത റീസൺ പറഞ്ഞാൽ മതി. എന്താണ് ഈ ഇറഗുലർ ട്രെൻഡ് കാണിക്കാനുള്ള കാരണം. അപ്പോൾ അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 19. ഡിഫൈൻ കോവലൻ്റ് റേഡിയസ്. കോവലൻ്റ് റേഡിയസ് എങ്ങനെ ഡിഫൈൻ ചെയ്യും? രണ്ട് സെയിം ആറ്റം കോവലൻ്റ് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിൻ്റെ ഈ ഡിസ്റ്റൻസ്, ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് അതിൻ്റെ ഹാഫ് എടുക്കുക. അതാണ് കോവലൻ്റ് റേഡിയസ്. ആർ കോവലൻ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ദിസ് d. ദാറ്റ് മീൻസ് ഹാഫ് ദ ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ two covalently bonded atoms of same element provided it's a single covalent bond. അതൊരു സിംഗിൾ കോവലൻ്റ് ബോണ്ട് ആയിരിക്കും. അതാണ് കോവലൻ്റ് റേഡി. എക്സ്പ്ലെയിൻ വൈ കാറ്റയോൺസ് ആർ സ്മോളർ ആൻഡ് ആനിയോൺസ് ആർ ലാർജർ ഇൻ റേഡി ദാൻ ദെയർ പേരൻ്റ് ആറ്റം. നമുക്കറിയാം കാറ്റയോൺസ് ഉണ്ടാകുന്നത് ഇലക്ട്രോണിനെ ലൂസ് ചെയ്താണ്. അപ്പോൾ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടും, അതുകൊണ്ട് സൈസ് കുറയും. എന്നാൽ ആനിയോൺസ് ആർ ലാർജർ ഇൻ റേഡിയ ദാൻ ദെയർ പേരൻ്റ് ആറ്റം. ഫോർ എക്സാമ്പിൾ ക്ലോറിൻ ഒരു ഇലക്ട്രോണെ ഗെയിൻ ചെയ്യുമ്പോൾ Cl- ആകുമ്പോൾ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയും. അപ്പോൾ ആനിയോൺസ് ആർ ഫോംഡ് ബൈ ദ ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ, അതുകൊണ്ട് ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഡിക്രീസസ്, സോ ദാറ്റ് സൈസ് ഇൻക്രീസസ്. ഇനി അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 20. ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഡൈപോൾ മൊമെൻറ്റ്. ഡൈപോൾ മൊമെൻറ്റിൻ്റെ പ്രാധാന്യം എന്താണ്? ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുന്നത് പൊളാരിറ്റിയുടെ അളവാണ്. എക്സ്റ്റെൻറ്റ് ഓഫ് പൊളാരിറ്റിയാണ് ഡൈപോൾ മൊമെൻറ്റ്. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു മോളിക്യൂൾ പോളാർ ആണോ അല്ലയോ എന്ന് പറയാം. പോളാർ ആണെങ്കിൽ ഡൈപോൾ മൊമെൻറ്റ് ഗ്രേറ്റർ ദാൻ 0. ഇനി ഡൈപോൾ മൊമെൻറ്റ് 0 ആണെങ്കിൽ ആ മോളിക്യൂൾ നോൺ പോളാർ ആയിരിക്കും. അപ്പോൾ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പോളാർ ആൻഡ് നോൺ പോളാർ മോളിക്യൂൾ. പോളാർ മോളിക്യൂളും നോൺ പോളാർ മോളിക്യൂളും ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്റ്റിങ്വിഷ് ചെയ്യാം, വേർതിരിച്ച് പറയാം. ദെൻ ഡിഗ്രി ഓഫ് പൊളാരിറ്റി. ഡൈപോൾ മൊമെൻറ്റ് നോക്കിയിട്ട് നമുക്ക് ഡിഗ്രി ഓഫ് പൊളാരിറ്റി പറയാം. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് കൂടിയ മോളിക്യൂളിൻ്റെ ഡിഗ്രി ഓഫ് പൊളാരിറ്റി കൂടുതലായിരിക്കും. അതുപോലെ ഡൈപോൾ മൊമെൻറ്റ് കുറഞ്ഞ മോളിക്യൂളിന് മറ്റേ മോളിക്യൂളിനേക്കാൾ ഡിഗ്രി ഓഫ് പൊളാരിറ്റി കുറവായിരിക്കും. പിന്നെ മോളിക്യൂളിൻ്റെ ഷേപ്പ് നമുക്ക് പറയാം. ഉദാഹരണത്തിന് കാർബൺ ഡൈ ഓക്സൈഡ് 2 ബോണ്ട് ഡൈപോളുണ്ട്, പക്ഷേ അതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് ഓഫ് ദ മോളിക്യൂൾ 0 ആണ്. അങ്ങനെയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് മസ്റ്റ് ബി ലീനിയർ. കാരണം അങ്ങനെ വരുമ്പോൾ മാത്രമേ ഈ 2 ഇൻഡിവിജ്വൽ ബോണ്ട് ഡൈപോൾ പരസ്പരം ക്യാൻസൽ ചെയ്യും. അങ്ങനെയാണെങ്കിൽ മോളിക്യൂൾ മസ്റ്റ് ബി ലീനിയർ. അപ്പോൾ നമുക്ക് ഷേപ്പ് ഓഫ് മോളിക്യൂൾ പറയാം. അതുപോലെ അയോണിക് ക്യാരക്ടർ ഇൻ എ മോളിക്യൂൾ. ഡൈപോൾ മൊമെൻറ്റിൻ്റെ അളവ് കൂടിയാൽ അയോണിക് ക്യാരക്ടർ കൂടുതലായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഡൈപോൾ മൊമെൻറ്റ് വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അതാണ് ഡൈപോൾ മൊമെൻറ്റിൻ്റെ പ്രാധാന്യം. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റിൻ്റെ പ്രാധാന്യം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞാൽ, ഒന്ന് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പോളാർ ആൻഡ് നോൺ പോളാർ മോളിക്യൂൾ. അതുപോലെ നമ്പർ 2 ഡിഗ്രി ഓഫ് പൊളാരിറ്റി ഇൻ എ മോളിക്യൂൾ. നമ്പർ 3 ഷേപ്പ് ഓഫ് മോളിക്യൂൾ, അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെ അയോണിക് ക്യാരക്ടർ ഇൻ എ മോളിക്യൂൾ. ഇനി
അടുത്ത ചോദ്യം, റെപ്രസെൻറ്റ് ഡയഗ്രമാറ്റിക്കലി ദ ബോണ്ട് മൊമെൻറ്റ്സ് ആൻഡ് ദ റിസൾട്ടൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഇൻ കാർബൺ ഡയോക്സൈഡ്. നേരത്തെ പറഞ്ഞല്ലോ, കാർബൺ ഡയോക്സൈഡ് ഒരു ലീനിയർ മോളിക്യൂളാണ്. അപ്പോൾ ഇവിടുത്തെ ബോണ്ട് ഡൈപോൾ ഈസ് ആക്ടിങ് ടുവേഴ്സ് മോർ ഇലക്ട്രോണെഗറ്റീവ് ഓക്സിജൻ, ഇതും മോർ ഇലക്ട്രോണെഗറ്റീവ് ഓക്സിജൻ. ടു സെയിം വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആർ ആക്ടിങ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ വാട്ട് ഹാപ്പൻ? വൺസ് the dipole moment of one CO bond cancel that of another. Therefore, the resultant dipole moment of the molecule is 0. ഇനി അടുത്തത് NF3. NF3യിൽ നൈട്രജൻ 3 ഫ്ലൂറിനുമായിട്ട് ബോണ്ട് ഉണ്ടാക്കും. ഒരു ലോൺ പെയർ ഇത് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇതിനൊരു ട്രയാഗണൽ പിരമിഡൽ ഷേപ്പാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ മോർ ഇലക്ട്രോണെഗറ്റീവ് ഫ്ലൂറിൻ്റെ അടുത്തേക്കാണ് ബോണ്ട് ഡൈപോളിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെൻറ്റ് ഈസ് ടുവേഴ്സ് മോർ ഇലക്ട്രോണെഗറ്റീവ് ആറ്റം. അപ്പോൾ മൂന്നിടത്തിന് റിസൾട്ടൻ്റ് താഴോട്ട് വരും. നമ്മുടെ ഓർബിറ്റൽ ഡൈപോൾ അതിന് ഓപ്പോസിറ്റായിട്ട് വരും. അപ്പോൾ എന്ത് സംഭവിക്കും ഇവിടെ NF3യിൽ? ഇൻ കേസ് ഓഫ് NF3, ദ ഓർബിറ്റൽ ഡൈപോൾ ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടു ദ റിസൾട്ടൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഓഫ് 3 NF bonds. അതുകൊണ്ട് വാട്ട് വിൽ ഹാപ്പൻ? ദ റിസൾട്ടൻ്റ് ഓഫ് 3 NF bond dipole is somewhat cancelled by the oppositely oriented dipole created by the lone pair. Consequently, the resultant dipole moment of NF3 is less, കുറവായിരിക്കും. അപ്പോൾ അതിന് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 21. അറ്റ് 298 Kelvin, Kp of a reaction is N2O4 giving 2NO2 gas is 0.98. Calculate the change in free energy. ഇതിൻ്റെ ചേഞ്ച് ഇൻ ഫ്രീ എനർജിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ചേഞ്ച് ഇൻ ഫ്രീ എനർജി കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഡെൽറ്റ G0 ഈസ് ഈക്വൽ ടു -2.303 RT log Kp. ഇവിടെ Kp ആണ് വന്നിരിക്കുന്നത്. Kp ആണെങ്കിലും Kc ആണെങ്കിലും നമുക്കിങ്ങനെ എടുക്കാം, ബിക്കോസ് ഇറ്റ്സ് എ റേഷ്യോ, ഈക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് റേഷ്യോ അല്ലേ. അപ്പോൾ -2.303, ആറിൻ്റെ വില നമുക്കറിയാം 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ, മൾട്ടിപ്ലൈഡ് ബൈ ടെമ്പറേച്ചർ ഇവിടെ തന്നിട്ടുണ്ട് 298 Kelvin ഇൻറ്റു ലോഗ് Kp വാല്യൂ തന്നിട്ടുണ്ട് എത്ര? 0.98. That's equal to -2.303 into 8.314 joule per Kelvin per mole into 298 Kelvin. ഇപ്പോൾ കെൽവിനും പെർ കെൽവിനും ക്യാൻസൽ ആവും, ഇൻറ്റു ലോഗ് 0.08, അത് -0.008 ആണ് നിയർലി. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസിന് മൈനസ് പ്ലസ് എന്ന് കിട്ടും. അപ്പോൾ ഡെൽറ്റ G0 പ്ലസ് എന്ന് കിട്ടും, 50.06 എന്ന് കിട്ടും ജൂൾ പെർ മോൾ. പെർ കെൽവിനും ക്യാൻസലായി, ഇപ്പോൾ ജൂൾ പെർ മോളിൽ കിട്ടും, പ്ലസ് 50.06 ജൂൾ പെർ മോൾ. അപ്പോൾ ഡെൽറ്റ G0 നമുക്ക് പോസിറ്റീവായിട്ടാണ് കിട്ടിയത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ റിയാക്ഷൻ്റെ സ്പോണ്ടേനിറ്റി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് അതിനോട് ചോദിച്ചിരിക്കുന്ന വേറൊരു ചോദ്യം. എന്താണ്? ഡെൽറ്റ G0 കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഡെൽറ്റ G0 നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ എത്ര കിട്ടി? ഡെൽറ്റ G0 എത്ര കിട്ടിയത്? പ്ലസ് 50.06 ജൂൾ പെർ മോൾ എന്ന് കിട്ടി. അപ്പോൾ സിൻസ് ഡെൽറ്റ G ഈസ് പോസിറ്റീവ്, ദ റിയാക്ഷൻ ഈസ് നോൺ സ്പോണ്ടേനിയസ്. ദാറ്റ് മീൻസ് നോട്ട് സ്പോണ്ടേനിയസ് അല്ല, നോട്ടാണ്, നോട്ട് സ്പോണ്ടേനിയസ്. ഡെൽറ്റ G നെഗറ്റീവായിട്ട് കിട്ടുന്നെങ്കിൽ ദ റിയാക്ഷൻ ഈസ് സ്പോണ്ടേനിയസ് എന്ന് പറയാം. ഇവിടെ നോൺ സ്പോണ്ടേനിയസ്. അപ്പോൾ റിയാക്ഷൻ്റെ ഫീസിബിലിറ്റി ഇല്ല എന്ന് പറയാം, നോട്ട് ഫീസിബിൾ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 22. On the basis of Le-Chatelier principle, explain how temperature and pressure can be adjusted to increase the yield of ammonia in the reaction. അപ്പോൾ ഇവിടെ റിയാക്ഷൻ എക്സോതെർമിക്കാണ്. അപ്പോൾ മുന്നോട്ടുള്ള റിയാക്ഷൻ എക്സോതെർമിക്കാണ്. അപ്പോൾ ടെമ്പറേച്ചറിനെ കൂട്ടിയാൽ നെഗറ്റീവ് ഇമ്പാക്റ്റേ വരും, കാരണം നമുക്ക് ടെമ്പറേച്ചറിൻ്റെ ആവശ്യമില്ല. അപ്പം ബാക്ക്വേർഡ് റിയാക്ഷനെ ഫേവർ ചെയ്യും. അപ്പോൾ അമോണിയയുടെ അളവ് കുറയും, കാരണം ബാക്ക്വേർഡ് റിയാക്ഷനാണ് എൻഡോ, ഫോർവേഡ് റിയാക്ഷൻ എക്സോ ആണ്. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചറിനെ കുറയ്ക്കണം,
പക്ഷേ കുറച്ചാലും ഒരു പരിധിക്കപ്പുറം നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. കാരണം റിയാക്ഷൻ്റെ സ്പീഡ് കുറഞ്ഞു പോകും. അപ്പോൾ അവിടെ ഒരു ഓപ്റ്റിമം മിനിമം ടെമ്പറേച്ചർ ഉണ്ട്. അത് താഴ്ത്താൻ പറ്റുന്നതിൽ പരമാവധി എത്ര ടെമ്പറേച്ചർ വരെ നമുക്ക് താഴ്ത്താൻ പറ്റും, ആ ടെമ്പറേച്ചർ വരെ നമുക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു ഓപ്റ്റിമം മിനിമം ടെമ്പറേച്ചർ ഉണ്ട്, അത് 700 കെൽവിനാണ്. അപ്പോൾ ഡിക്രീസിങ് ദ ടെമ്പറേച്ചർ ബട്ട് an optimum minimum temperature of 700 Kelvin is used, otherwise the rate of reaction will decrease. അതാണ് ആദ്യത്തെ തന്നെ കേസ്. ഇനി പ്രഷറിൻ്റെ ഇമ്പാക്റ്റ് ചോദിച്ചിട്ടുണ്ട് അല്ലേ, രണ്ടാമത് ചോദിച്ചിരിക്കുന്നതല്ലേ പ്രഷർ കൂട്ടിയാൽ സിസ്റ്റം പ്രഷറിനെ കുറയ്ക്കാൻ ശ്രമിക്കും. പ്രഷർ കൂട്ടിയാൽ സിസ്റ്റം പ്രഷറിനെ കുറയ്ക്കാൻ ശ്രമിക്കും. എന്തിനാ? ആ ഇക്വിലിബ്രിയം വീണ്ടും റീബിൽഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ പ്രഷറിനെ കുറയ്ക്കണ നമ്പർ ഓഫ് ഗേഷ്യസ് മോൾസ് കുറയണം. അപ്പോൾ എങ്ങോട്ടാണോ നമ്പർ ഓഫ് ഗേഷ്യസ് മോൾസ് കുറയുന്നത് അങ്ങോട്ട് ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ 1+3 4 മോളിക്യൂൾ ചേർന്ന് പ്രോഡക്റ്റ് 2 മോളിക്യൂളായിട്ടാണ് മാറുക, 2NH3. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾ കുറയ്ക്കാൻ റിയാക്ഷൻ എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുക? ഫോർവേഡ് ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ പ്രഷറിനെ കൂട്ടുന്നതാണ് അമോണിയയുടെ ഉൽപ്പാദനം കൂട്ടാൻ ഉള്ള നല്ല മാർഗം. പക്ഷേ പ്രഷറിനെ കൂട്ടുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഒരു പരിധിക്കപ്പുറം പ്രഷറിനെ നമുക്ക് കൂട്ടാൻ പറ്റില്ല, കാരണം പ്ലാന്റ് താങ്ങാൻ പറ്റില്ല. അപ്പോൾ ഒരു ഓപ്റ്റിമം പ്രഷർ അവിടെ വേണ്ടി വരും. ആ പ്ലാന്റിന് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മാക്സിമം പ്രഷർ, അതിവിടെ 200 അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ലീ ചാർട്ടിൽ പ്രിൻസിപ്പിൾ അനുസരിച്ച് അമോണിയയുടെ അളവ് കൂട്ടാൻ ടെമ്പറേച്ചറും പ്രഷറും. അപ്പോൾ ടെമ്പറേച്ചറിനെ കുറയ്ക്കുക, ബട്ട് an optimum minimum value of 7 Kelvin is used. പ്രഷറിനെ കൂട്ടുക, ബട്ട് an optimum pressure of 200 atmosphere is used. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താണ്? സെക്കൻഡ്, വാട്ട് വിൽ ബി ദി ഇഫക്റ്റ് ഓഫ് ദ അഡീഷൻ ഓഫ് ഇനേർട്ട് ഗ്യാസ്, ആർഗൺ ഈസ് എൻ ഇനേർട്ട് ഗ്യാസ്, ടു ദ എബോവ് റിയാക്ഷൻ മിക്സർ അറ്റ് കോൺസ്റ്റന്റ് വോളിയം. വോളിയം കോൺസ്റ്റന്റ് എന്നാൽ കോൺസെൻട്രേഷന് ചേഞ്ച് ഇല്ല. അപ്പോൾ ഇനേർട്ട് ഗ്യാസ് ഇതുമായിട്ട് റിയാക്ട് ചെയ്യുന്നൊന്നുമില്ല, അത് ഇനേർട്ടാണ്. അപ്പോൾ മോളാർ കോൺസെൻട്രേഷന് ചേഞ്ച് വരില്ല. അപ്പോൾ നോ ഇഫക്റ്റ്. അപ്പോൾ ഇനേർട്ട് ഗ്യാസ് കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരു ഇക്വിലിബ്രിയം റിയാക്ഷനിൽ എന്താ ഇമ്പാക്റ്റ് എന്ന് ചോദിച്ചാൽ ഇമ്പാക്റ്റ് ഇല്ല, നോ ഇഫക്റ്റ് ഓൺ ദ അഡീഷൻ ഓഫ് ഇനേർട്ട് ഗ്യാസ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. ഇനി അടുത്ത ചോദ്യം, ബാലൻസ് ദ അയോണിക് ഇക്വേഷൻ. ഈ അയോണിക് ഇക്വേഷൻ ബാലൻസ് ചെയ്യണം. അപ്പോൾ അയോണിക് ഇക്വേഷൻ ബാലൻസ് ചെയ്യണമെങ്കിൽ ആദ്യം അത് ആ സ്കെലിട്ടൺ ഇക്വേഷൻ എടുത്ത് എഴുതുക. എന്താ? Cr2O7 2-. ഇവിടെ ക്രോമിയത്തിൻ്റെ ഓക്സീകരണാവസ്ഥ 2 ക്രോമിയത്തിന് +12, അപ്പോൾ ഒരു ക്രോമിയം +6. Fe തന്നിട്ടുണ്ട് 2+, പിന്നെ H+. ഓക്കെ, ഗിവിങ് Cr3+ Fe3+ H2. ഓക്കെ, ഇനി നമുക്ക് ഇതിന് 2 ഹാഫ് റിയാക്ഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. റിഡക്ഷൻ ആർക്ക് സംഭവിച്ചു? ക്രോമിയത്തിന്. ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ കോൾഡ് റിഡക്ഷൻ. ഓക്സിഡേഷൻ ആർക്ക് പറ്റി? അയണ്. ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ +2 നിന്ന് +3. അപ്പോൾ 2 ഹാഫ് റിയാക്ഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. Cr2O7 2-, ഗിവിങ് Cr3+. ദാറ്റ് ഈസ് കോൾഡ് റിഡക്ഷൻ. അത് +6 നിന്ന് എന്തായി? +3 ആയി. രണ്ടാമത്തെ ഹാഫ് റിയാക്ഷൻ Fe2+ Fe3+ ആയി. ഓക്കെ, ദാറ്റ് ഈസ് ദ റിഡക്ഷൻ. ഇനി നമുക്ക് ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് ഉള്ള ആറ്റം ബാലൻസ് അല്ലെങ്കിൽ ആദ്യം ബാലൻസ്ഡ് ആക്കുക. ഇവിടെ 2 ക്രോമിയം, ഇവിടെ ഒരു ക്രോമിയം ഉള്ളൂ. അപ്പോൾ 2 ആക്കാൻ Cr2O7 2-, ഗിവിങ് 2Cr3+. രണ്ടാമത്തേൽ വ്യത്യാസമൊന്നുമില്ല, Fe2+, ഗിവിങ് Fe3+. ഇനി റിഡക്ഷനിൽ എത്ര ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നതും ഓക്സിഡേഷനിൽ എത്ര ഇലക്ട്രോൺ ലൂസ് ചെയ്തെന്നും ആണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ Cr2O7 2- 2 Cr3+ ആയിട്ട് മാറുന്നു. അപ്പോൾ ഓരോ ക്രോമിയവും എന്താ സംഭവിക്കുക? +6 നിന്ന് എന്താവുക? +3 ആകാം. അപ്പോൾ +6 നിന്ന് +3 ആകണമെങ്കിൽ ഓരോ ക്രോമിയവും 3 ഇലക്ട്രോണിനെ സ്വീകരിക്കണം. അപ്പോൾ 2 ക്രോമിയം ടോട്ടൽ 6 ഇലക്ട്രോണെ ഗെയിൻ ചെയ്യും. ദാറ്റ് ഈസ് ദ റിഡക്ഷൻ. ഇനി Fe2+ Fe3+ ആയിട്ട് മാറുന്നു. അപ്പോൾ എത്ര ഇലക്ട്രോൺ ലൂസ് ചെയ്യും? 1 ഇലക്ട്രോൺ ലൂസ് ചെയ്യും. 1 ഇലക്ട്രോൺ, ശരിയല്ലേ? 1 ഇലക്ട്രോൺ ലൂസ് ചെയ്യും. ഇനി നമുക്ക് നമ്പർ ഓഫ് ഇലക്ട്രോൺ ലൂസ്ഡും നമ്പർ ഓഫ് ഇലക്ട്രോൺ ഗെയിൻഡും തുല്യമാക്കണം. ഇവിടെ 6 ഇലക്ട്രോൺ ഗെയിൻ ചെയ്യണമെങ്കിൽ 6